കൈപ്പാടിൻ്റെ ഗുണം ഉള്ളതോ കൈപ്പാടിന് അരിയുടെ പ്രത്യേകതകളുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ് നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട്. അങ്ങനെ അപ്പോൾ നാച്ചുറൽ ഫാമിംഗ് ട്രാക്റ്റാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉത്തര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 ജില്ലകളിൽ പരന്നു കിടക്കുന്ന, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ പരന്നു കിടക്കുന്ന കൈപ്പാട് ട്രാക്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ഈ ഒരു പർട്ടിക്കുലർ റൈസിനുള്ള ന്യൂട്രീഷണൽ ക്വാളിറ്റിയും ഇതെല്ലാം കൊണ്ടാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. കഞ്ഞിയുടെ പ്രത്യേകത പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഇൻ്റർനാഷണൽ അടക്കം കഞ്ഞിക്കുള്ള ജനറലി കഞ്ഞിക്കുണ്ട്. അപ്പോൾ പിന്നെ ഒരു ന്യൂട്രീഷണലി ആയിട്ടുള്ള കഞ്ഞിയാകുമ്പോൾ അത് അടിപൊളിയാവുമല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഒറ്റ വാചകത്തിലുള്ള ആൻസർ. കൈപ്പാടരി കഞ്ഞിയും അതുപോലെ തന്നെ സീസണായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഉപ്പേരി, അതുപോലെ തന്നെ പുഴുക്ക്, അതൊക്കെ നമ്മുടെ കണ്ണൂർക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. കാനഡയിൽ നിന്ന് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടിയായിട്ട് അഗ്രിമെൻറ്റ് നടത്തി കൊടുക്കുകയാണ്. കാരണം നമുക്കപ്പോൾ ഒരു ഓർഡർ സ്വീകരിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കൊടുത്തു കൊടുക്കണം. വേറൊരു പാർട്ടിക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 300 പാക്കറ്റിൻ്റെ ഓർഡറാണ് സാമ്പിളായിട്ട് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. കഞ്ഞി എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓർഡർ വന്ന് നമ്മൾ അരി കൊടുത്തു. അപ്പോൾ നമുക്ക് അതും ആടെ മാത്രം ഒതുങ്ങി നിന്നുകൂടാ. അപ്പോൾ അതിൻ്റെ സാധ്യത ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ തന്നെയാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതിൻ്റെ വൈവിധ്യവൽക്കരണം സാധിക്കുക, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ. പിന്നെ അതോടൊപ്പം മറ്റു മേഖലകളും കൈപ്പാടിനോടനുബന്ധമായ മറ്റ് മേഖലകളിലും ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള കമ്പനി ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഇതാണ് കൈപ്പാട് അരി കൊണ്ടുള്ള കഞ്ഞി. ഈ കഞ്ഞി നമുക്ക് ഇതുപോലെ എന്തായാലും കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു പുതിയ ടെക്നോളജി വഴി ഇതിനെ പാക്ക് ചെയ്യാണ്. ആ പാക്കിംഗ് ടെക്നോളജിയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണം കേടാവാൻ സാധ്യതയുള്ള എല്ലാതരം മൈക്രോ ഓർഗൻസുകളെയും നമ്മൾ ചൂടും പ്രഷറും, സമ്മർദ്ദവും പ്രഷറും കാരണം കൊന്ന് ഇല്ലാതാക്കും. അതുകൊണ്ട് ഒരു കെമിക്കൽ പ്രിസർവേഷനും ഇല്ലാതെ ഈ കഞ്ഞി എങ്ങനെയാണോ തിളക്കുന്ന കഞ്ഞീൻ്റെ അകത്ത് ഒരു ബാക്ടീരിയ ഉണ്ടാവില്ല. അത് തിളച്ച് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ബാക്ടീരിയകൾ കയറി കൊടുക്കും. ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ കഞ്ഞി നമുക്ക് കേടാവും. അപ്പോൾ നമ്മൾ ആ തിളക്കുന്ന കഞ്ഞി അതേ സ്റ്റെറൈൽ അവസ്ഥയിൽ പാക്ക് ചെയ്യുന്നു എന്നാണ് സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. അതാണ് ഇതിൻ്റെ ഇത് 18 മാസം ഷെൽഫ് ലൈഫ് ഉണ്ടാവും. 18 മാസം എന്താണോ നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ, അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഈ സാധനം ഒരു രുചി വ്യത്യാസവും ഇല്ലാതെ ഒരു കെമിക്കൽ പ്രിസർവേഷനും സൂക്ഷിക്കാം.